അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്ന മറയൂരിലുള്ള ശർക്കര ഉണ്ടാക്കുന്ന ഫാക്ടറിയിലാണ്. നമ്മളിപ്പോൾ ഫാക്ടറിയുടെ ഉള്ളിലോട്ട് വന്നു. നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി 2 പേരുണ്ട്, രമ്യയും ഗുണശേഖരൻ ചേട്ടനുണ്ട്. അപ്പോൾ രമ്യയോട് ഞാൻ ചോദിച്ചത്, ഇപ്പോൾ കരിമ്പ് നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, നമ്മളെല്ലാവരും ഒരുപാട് കാലം കഴിച്ചതല്ലേ കുഞ്ഞുനാളിൽ. അപ്പം കരിമ്പിൻ്റെ പ്രോസസ്സിൻ്റെ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. ഈ കരിമ്പ് ആ കരിമ്പടിക്കുന്ന മെഷീനിൽ കയറ്റി വിടുന്നു, അത് അരഞ്ഞ് അതിൻ്റെ വേസ്റ്റ് ആ ചെയിനിൽ കൂടി ചെല്ലുന്നു, അതൊരു ഡ്രയറി വീണ് കറങ്ങി ഡ്രൈ ആവുന്നു. അതാണ് കരിമ്പ് ജ്യൂസ് തിളപ്പിക്കാൻ വേണ്ടി കത്തിക്കാൻ ഫ്യൂവലായിട്ട് യൂസ് ചെയ്യുക. ആ ജ്യൂസ് ആണെങ്കിൽ ആ സൈഡിൽ വെച്ചിട്ടുള്ള പൈപ്പിൽ കൂടി ചെല്ലുന്നു. ആ പൈപ്പിൽ നിന്ന് വേറൊരു പൈപ്പിൽ കൂടി ചെന്ന് 2 തവണ ഫിൽറ്റർ ചെയ്യുന്നുണ്ട്. 2 തവണ ഫിൽറ്റർ ചെയ്തിട്ടാണ് അത് പോകുന്നത്. ആ പൈപ്പിൽ കൂടി തന്നെ ചെന്ന് വേറൊരു വെസലിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുക. ഈ പോകുന്ന ജ്യൂസിനകത്ത് നിന്നുള്ള ബാക്കിയുള്ള വേസ്റ്റ് ഒക്കെയാണ് ഇങ്ങനെ പൊങ്ങി വരും അല്ലേ? അതിനെടുത്തിട്ട് അതാണ് വീണ്ടും വളമായിട്ട് ഇടുന്ന കരിമ്പിന്. ഒന്നും പുറത്തുനിന്നുള്ള സാധനമല്ല, എല്ലാം ഇതിനും തന്നെയാണ് അല്ലേ? ഇതിന് തന്നെ വളമായിട്ട് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് ആ സൈഡിലൊരു വാൾവ് ഉണ്ടാവും, അത് തുറക്കുന്നു. തുറന്നിട്ട് പ്യൂർ ജ്യൂസ് മാത്രം ഇങ്ങോട്ടേക്ക് മാറ്റി 2.5 മണിക്കൂർ ആ ജ്യൂസ് വേറൊരു വെസലിട്ട് തിളപ്പിക്കുന്നു. ഓൾറെഡി ഇതിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രോസസ് നടക്കുന്നുണ്ട്. 2.5 മണിക്കൂർ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? കുറുക്കി തിക്കായിട്ടല്ലേ? ഒത്തിരി ഒന്നും തിക്ക, അത്ര ചെറിയായിട്ട് കുറുകി വരും. ഓക്കെ. ഇതിൽ എത്ര കപ്പാസിറ്റി എത്ര ഉണ്ടാവും? 600 ലിറ്റർ ഈ കൊള്ളും. 600 ലിറ്റർ ശർക്കരയാണ് ഇതിനകത്ത് തിളപ്പിച്ച് ജ്യൂസ് 600 ലിറ്റർ ജ്യൂസാണ് ഇതിൽ തിളപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ചൂടായിരിക്കില്ലേ? ഇല്ല, നിങ്ങളാണ് തൊട്ട് നോക്കിയോ, ഈ മെറ്റലിന് ചൂട് കാണത്തില്ല. അതിൻ്റെ ഒരു തൊട്ട് നോക്കിയോളൂ. ഗ്ലൗസ് ഒന്നും ഇല്ലേ, തൊട്ടതുള്ളൂ. ഓ മൈ ഗോഡ്, നിങ്ങൾ കണ്ടോ ഫ്രണ്ട്സ്, ഇത് ഇത്രയും ടെമ്പറേച്ചർ തിളക്കണമെങ്കിലും ഈ മെറ്റൽ തൊടുമ്പോണ്ടല്ലോ പച്ചവെള്ളം പോലെ, വെള്ളത്തിലുള്ള ചെമ്പ് തൊടുന്ന പോലെ ഉള്ളൂ. ഒട്ടുമില്ല, ചെറുതായിട്ട് പോലും ചൂടില്ല. അതാ മെറ്റലിന്റെ പ്രത്യേകത അല്ലേ? മെറ്റലിന്റെ ഉണ്ട്, അടുപ്പിന്റെ പ്രത്യേകത. അകത്തേക്ക് മാത്രമേ തീ പോകത്തുള്ളൂ. ഓക്കെ, എത്ര? 600 ലിറ്റർ അല്ലേ? 600 ലിറ്റർ ജ്യൂസ്. 500 ലിറ്റർ. ഓക്കെ, 600 ലിറ്റർ 500 ലിറ്റർ നമുക്ക് കിട്ടുള്ളൂ. ഓഹോ, 600 ലിറ്റർ ഇത്രയും വറ്റിച്ചാലും നമുക്ക് 100 ലിറ്റർ ശർക്കരയെ കിട്ടത്തുള്ളൂ. 100 കിലോ കിട്ടത്തുള്ളൂ. 600 കിലോ വറ്റിച്ചാലും 100 കിലോ കിട്ടത്തുള്ളൂ. ഈ വെസലിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന ഇത് കുറച്ച് കഴിഞ്ഞിട്ട് അവർ ഈ കാണുന്ന ശർക്കര തോണി എന്ന് പറഞ്ഞാൽ കാട്ടുമാവിൻ തടിയിലുണ്ടാക്കിയ ഈ വെസൽ ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഇവിടെ വരും. കാണിച്ചു തരാം ഡെമോ. കണ്ടോ, ഇങ്ങനെ നീങ്ങുന്ന സാധനമാണ്. കാട്ടുമാവിൻ തടിയിൽ അത് യൂസ് ചെയ്യാൻ കാരണം വേറൊരു തടിയാണ് യൂസ് ചെയ്യുന്നത്. അത്ര 2.5 മണിക്കൂർ തിളച്ച സാധനം ആ വേറെ തടിയിൽ യൂസ് ചെയ്യുന്ന കളർ ഇളകും. മാവിന്റെ കറ ഇളകി അത് ശർക്കരയെ പറ്റും. അത് പറ്റാതിരിക്കാൻ വേണ്ടിയാണ് കാട്ടുമാവിൻ തടി പ്രത്യേകം ആ തടി കൊണ്ട് ഒരു വാൾവ് തുറന്ന് അതിന്റെ പൊക്കത്തൊരു ഫിൽറ്റർ വെച്ച്, ആ തോണിയുടെ പൊക്കത്തൊരു ഫിൽറ്റർ വെച്ച് അതിന്റെ അങ്ങോട്ടേക്ക് പകർത്തി 4 ഇഞ്ചിലേക്ക് ഇളക്കി കൊടുത്ത് സെറ്റാക്കി ചെറിയൊരു ചൂടോട് കൂടി തന്നെ വെള്ളത്തിൽ കൈ മുക്കി ഉരുട്ടിയെടുക്കുന്നു. കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ചൂടിലാണ് എടുത്തിട്ട് ഉരുട്ടുന്നത്. വെള്ളത്തിൽ കൈ മുക്കി തന്നെ ഉരുട്ടി, അത്രേ ഉള്ളൂ. നമ്മൾ വീട്ടിൽ പായസം ഉണ്ടാക്കുമ്പോഴും എല്ലാത്തും നമ്മൾ മേടിച്ചൊരു കഷ്ണം വായിലിടുന്നില്ല. ഇതിന്റെ പ്രോസസ്സിനെ പറ്റി അറിയില്ല, എനിക്കറിയില്ലായിരുന്നു. സീരിയസ്ലി ഞാൻ കണ്ടിട്ടില്ല, ആദ്യമായിട്ട് കാണുന്നത്. ഇത്രയും പ്രോസസ്സ്, ഇത്രയും എന്താ പറയുക, ജെന്യൂൻ ആയിട്ടുള്ള വർക്കുകൾ നടന്നിട്ടാണ് ഇത്രയും നല്ലൊരു ക്വാളിറ്റിയുള്ള സാധനം വരുന്നത്.